ഹായ്, നമസ്കാരം. ഭ്രമയുഗം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്ലാസ് മൂവി. ഒരു മമ്മൂക്കയുടെ ഒരു പരീക്ഷണ ചിത്രം എന്ന് വെച്ച് നോക്കുമ്പോൾ പടം വിജയിച്ചിട്ടുണ്ട്. മമ്മൂക്ക പുള്ളി ആ പടം സെലക്ട് ചെയ്ത് പുള്ളി ആ സിനിമയിൽ അഭിനയിച്ച് അതുതന്നെ ആ സിനിമയുടെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ്റെ സിനിമ നല്ല അടിപൊളിയായിട്ട് ആ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല അസൽ മേക്കിംഗ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. നമ്മൾ കണ്ടു തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ സിനിമയിൽ മുഴുകുകയും ആ സിനിമയിലെ ആ കളറൊന്നും നമ്മളെ ബാധിക്കത്തേയില്ല. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലായാലും നല്ല രീതിയിൽ ആ ചിത്രം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനൊരു ഈ ചിത്രം എന്താ പറയുക, തുടക്കം മുതലേ പതിയെ സ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ സ്ലോയിൽ പോയി 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 പതിയെ കത്തിക്കയറുന്ന ഒരു സിനിമയാണ്. അപ്പം ആ ഒരു സ്ലോയിൽ തുടങ്ങുന്ന ഒരു പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല ബോറടിക്കണമല്ലോ. പക്ഷേ ആ ഒരു ബോറടി സിനിമയിലില്ല. അതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. ബോറടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സാധാരണ ഒരു രീതിയിൽ ഒരു ഒരു സാധാ ഒരു സംവിധായകൻ ചിത്രം എടുത്ത് കഴിഞ്ഞായിരുന്നെങ്കിൽ ബോറടിപ്പിച്ചേനെ. പക്ഷേ ഇത് രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ്റെ കഴിവ്. പിന്നെ നമ്മുടെ മമ്മൂക്ക, പുള്ളി രക്ഷയില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നാം പറയേണ്ട ആവശ്യമുള്ളൂ. പുള്ളി ഈ സിനിമ എടുക്കുമെന്ന് തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ റോള് എത്ര ഗംഭീരമായിരിക്കും. ഇത് മമ്മൂക്കയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റിയ റോളായിട്ട് എനിക്ക് തോന്നുള്ളൂ. കാരണം അത് മമ്മൂക്ക ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. വേറൊരാളെ ഇപ്പം ഇനി സങ്കല്പിക്കാൻ പറ്റത്തില്ലല്ലോ. മമ്മൂക്കയുടെ ആ ഒരു കൊലച്ചിരി ഉണ്ട് മോനെ, കൊലച്ചിരി. അത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഒരു 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 എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവല്. ഈ ചിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ടീസറിലും ട്രെയിലറിലും കണ്ടതുപോലെ തന്നെ ഒരു മനയിലേക്ക് എത്തിപ്പെടുന്ന ഒരു അതിഥിയായിട്ട് വരുന്നത് നമ്മുടെ അർജുൻ അശോകനാണ്. മനയിലെ ആൾക്കാരായിട്ട് നമ്മുടെ മമ്മൂക്കയും സിദ്ധാർത്ഥ് ഭരതനും ഉണ്ട്. അവിടുത്തെ അന്തേവാസികൾ ഇവർ മൂന്നുപേരും കൂടെ ചേർന്ന് അവിടെ ആ മനയിൽ എന്താണ് സംഭവിക്കുന്നത് അതൊക്കെയാണ് ഈ ചിത്രം പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് 2 ക്യാരക്ടറും കൂടെ ഉണ്ട്. ഒന്ന് നമ്മുടെ മണികണ്ഠൻ ആചാരി, അമാൽഡ. ഇവർ രണ്ടുപേരുമാണ് ഈ 3 പേരെ കൂടാതെ അഭിനയിച്ചിരിക്കുന്നത്. ഇവർക്കൊക്കെ കുറച്ച് റോള് മാത്രമേ ഉള്ളൂ. ഈ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മമ്മൂക്ക, ഇവർ 3 പേരാണ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും ഉള്ളൂ ഒരു 90% ഈ സിനിമയിൽ. അപ്പോൾ നമുക്ക് ബോറടിയൊക്കെ അത്യാവശ്യം വരേണ്ട സിറ്റുവേഷനൊക്കെ കൂടുതലാണ് ഇവരെ തന്നെ 3 പേരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്, അതുപോലെ അഭിനയിച്ചു വെച്ചിട്ടുണ്ട് പറയാം. ഇതിൽ മമ്മൂക്ക ഞെട്ടിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷെ അതോടൊപ്പം തന്നെ കുറച്ച് മുകളിലെന്നും പറയാം നമുക്ക് അർജുൻ അശോകൻ. പുള്ളിക്ക് ഇതിനകത്ത് ഒരു കുറേ ഏരിയകളുണ്ട് അഭിനയിക്കാൻ പറ്റിയ. അതെല്ലാം അദ്ദേഹം ഗംഭീരമായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അർജുൻ അശോകനിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് എനിക്ക് മമ്മൂട്ടിക്കാട്ടിൽ ശകലം കൂടെ മുകളിലായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് നമ്മൾ അങ്ങനെ പൊക്കിപ്പറഞ്ഞ് പുള്ളിയെ പുകഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല. അർജുൻ അശോകനൊക്കെ വളർന്നു വരുന്നതല്ലേ, പുള്ളിക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം നമ്മൾ. കാരണം ഇതുപോലെ അഭിനയം കാഴ്ചവെച്ചപ്പോൾ അങ്ങനെങ്കിലും ഒന്ന് പറയാൻ തോന്നി. അതുകൊണ്ടാണ്. അതുപോലെ സിദ്ധാർത്ഥ്, പുള്ളി നമുക്ക് ആദ്യം പുള്ളിയുടെ റോൾ ഇങ്ങനെ അത് ഇതുപോലെ സ്ലോയിൽ തുടങ്ങി കത്തിക്കയറുന്ന റോൾ ഉണ്ടല്ലോ, ആ റോള് പോലാണ് സിദ്ധാർത്ഥ് ഭരതനും ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അഭിനയങ്ങളുടെ ഒരു സംഗമം എന്ന് പറയാം ഈ സിനിമ. അതാണ് നമ്മളധികം ബോറടിപ്പിക്കാതെ ഇരുന്നത്. പിന്നെ ഈ സിനിമ എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് കണ്ടറിയണം. ഒരു ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റ് അതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും ആൾക്കാർ ക്ഷമയോടെ ഇരിക്കുമെന്ന് തോന്നില്ല. എല്ലാവർക്കും സ്പീഡ് എൻ്റർടൈൻമെൻറ്റ് ആ രീതിയിലല്ലയോ സിനിമ. ഇതൊരു സിനിമ ക്ലാസിക് പടങ്ങൾ, മന്ത്രവാദം, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാം. അതുപോലെ ഭൂതകാലം കണ്ടിട്ട് അതുപോലെ ഞെട്ടിക്കുന്ന അതുപോലെ പേടിപ്പിക്കുന്ന സീനുകളൊന്നും ഇതിനകത്ത് ഇല്ല എന്ന് പറയാം. വളരെ ഉണ്ട്, ഇങ്ങൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഹൊറർ മൂവി അല്ല ഇത്. ഇതൊരു ഹൊറർ മൂവിയായിട്ട് നിങ്ങൾ പറയരുത്. ഹൊറർ മൂവി അല്ല ഇത്. ഇത് അത്യാവശ്യം ത്രില്ലറൊക്കെ ഉള്ള ഒരു മനയിലെ ഒരു കഥ. അത് നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പാട്ടുകളെല്ലാം ഈ സിനിമയ്ക്ക് പറ്റിയ രീതിയിലുള്ള പാട്ടുകൾ. ആ കാലഘട്ടം ഒരു കാലഘട്ടമാണ് ഇത്. പറഞ്ഞ തൊട്ട് 1800 ഒരു കാലഘട്ടം പറയുന്നില്ല, ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ച ഒരു കാലഘട്ടത്തിലെ കഥയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ പാട്ടും ആ രീതിയെല്ലാം നല്ല ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മ്യൂസിക് ആയാലും പാട്ടായാലും എല്ലാം പൊളിച്ച് അടക്കിയിട്ടുണ്ട്. BGM ഒക്കെ ആയാലും. എന്തായാലും ആ കൂടെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു മൂവിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹൊറർ മൂവിയായിട്ട് എനിക്കതാ ഒരു പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ രാഹുൽ സദാശിവൻ്റെ സിനിമ ഭൂതകാലം കണ്ടിട്ട് ആ ഒരു ഹൊറർ നല്ല പേടിക്കണമെന്ന് വിചാരിച്ച് പോയിട്ടായിരിക്കും ചിലപ്പോൾ എനിക്കൊരു വലിയ കുഴപ്പമില്ലാത്ത മൂവിയായിട്ട് തോന്നിയത്. എന്നാൽ നിങ്ങളാരും ഒരു ഹൊറർ പ്രതീക്ഷിച്ച് പോകരുത്. ഒരു അത്യാവശ്യം നല്ലൊരു ത്രില്ലർ മൂവി എന്ന് പ്രതീക്ഷിച്ച് അങ്ങ് പോവുക. ക്ലാസിക് ത്രില്ലർ. പഴയ നമ്മുടെ എന്താ പറയുക, പഴയ സിനിമകളുണ്ടല്ലോ, അഥർവം, ശ്രീകൃഷ്ണ പരുന്ത്, ആ ലെവലിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രേതമല്ല, യക്ഷി അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു പ്രേത സിനിമയല്ല. ഇത് ഒരു ഹൊറർ മൂവി അല്ല. പക്ഷെ ആ ഒരു പാറ്റേണും ആ ഒരു മൂഡും ഒക്കെ ആയിരിക്കും ഈ സിനിമ നമുക്ക് നൽകുന്നത്.